വളരെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. അതായത് ബ്രിട്ടനും ഇന്ത്യയും തമ്മിലുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് കരാറായിരിക്കുന്നു. ഈ കരാർ ഇന്ത്യയുടെ GDP ഉയർത്തുമെന്നതിൽ ഒരു സംശയം വേണ്ട. നമുക്കറിയാം, അമേരിക്ക ഇന്ത്യ ട്രേഡ് എഗ്രിമെന്റ് പല കൂടിക്കാഴ്ച കഴിഞ്ഞെങ്കിലും ഒരിടത്തും എത്താതെ നിൽക്കുന്ന അവസ്ഥയിലാണ് ഇന്ത്യക്ക് ഇന്ത്യ ബ്രിട്ടൻ തമ്മിലുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെന്റിന് അനുകൂലമായ UK ഗവൺമെന്റ് പാസ്സാക്കിയിരിക്കുന്നത്. അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധം ട്രംപിന്റെ നേതൃത്വത്തിൽ ഇന്ത്യക്ക് അനുകൂല നിലപാടുകൾ ട്രംപ് സ്വീകരിക്കുമെന്ന് ധരിച്ചുവെങ്കിലും അമേരിക്ക ആഗോള വ്യാപാര മേഖലയിൽ ചൈനയിൽ നിന്നും വലിയ തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴും ചൈന അമേരിക്ക വ്യാപാര യുദ്ധത്തിലേക്ക് പോയെങ്കിലും ചൈനയുടെ റയർ എർത്ത് എലമെന്റ്സ് എന്ന തുറുപ്പുചീട്ടിൽ ട്രംപിന്റെ ബലം പിടുത്തം കുറഞ്ഞിരിക്കുകയാണ്. ഇന്ത്യ ആഗോള സാമ്പത്തിക ശക്തിയായി ജപ്പാനെ പിന്തള്ളി 4ാം സ്ഥാനത്തേക്ക് എത്തിയപ്പോഴും അമേരിക്കയ്ക്ക് ഇന്ത്യൻ എക്കണോമിയുടെ വളർച്ചയിൽ പേടിയുണ്ട് എന്നത് സത്യം തന്നെയാണ്. ഈ ഒരു അവസരത്തിലാണ് ട്രംപിനെ ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യ ബ്രിട്ടനുമായി ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് പോയത്. ബ്രിട്ടൻ ആഗോള വ്യാപാര മേഖലയിൽ ക്ഷീണം തട്ടി നിൽക്കുന്ന കണ്ട ഇന്ത്യ നയതന്ത്രപരമായി ഈ അവസരം ഉപയോഗിച്ചിരിക്കുകയാണ്. ബ്രിട്ടന് ഈ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് എന്ന അവസരം വീണ് കിട്ടിയ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയായി ബ്രിട്ടൻ കാണുന്നത്. ഇന്ത്യയുടെ എക്കണോമി ലോകത്തിലെ തന്നെ അതിവേഗം കുതിക്കുന്ന സമ്പദ് വ്യവസ്ഥയാണെന്നും അത് പ്രൊഡക്റ്റ് ആയാലും സർവീസ് ആയാലും ഇത് ബ്രിട്ടന് ആഗോള വിപണിയിൽ മുന്നേറാനുള്ള ഊർജമാണ് ഇന്ത്യ തരുന്നതെന്നും ബ്രിട്ടീഷ് സിഖ് ലേബർ MP ഗുരിന്ദർ സിംഗ് ജേഴ്സൺ പറഞ്ഞിരിക്കുകയാണ്. ഈ പേര് നിങ്ങളെല്ലാവരും ഓർത്തു വെച്ചിരിക്കുക. കാരണം ഇനി ബ്രിട്ടൻ ഇന്ത്യ ജോബ് മാർക്കറ്റിനെ പറ്റി പറയുമ്പോൾ ഈ പേര് നമുക്കിനി കേൾക്കാവുന്നതാണ്. UK ജോബ് മാർക്കറ്റിലും അനുകൂല നയങ്ങൾ ഈ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് വഴി യുവാക്കൾക്കും ഒരുപാട് അവസരങ്ങൾ ഇന്ത്യയിലും ബ്രിട്ടനിലും താമസിക്കുന്ന പഠിക്കുന്ന ഇന്ത്യൻ യുവാക്കൾക്ക് ഇതുവഴി തുറക്കുന്നതാണ്. ഈ ഒരു ഡീൽ നടക്കുന്നത് വഴി ഇന്ത്യക്കും ബ്രിട്ടനും വാർഷികമായി 25 ബില്യൺ ബ്രിട്ടീഷ് പൗണ്ടിന്റെ വ്യാപാരമായിരിക്കും ദീർഘകാല വ്യവസ്ഥയിൽ ഇരു രാജ്യങ്ങൾക്കും നേട്ടമുണ്ടാകാൻ പോകുന്നതെന്ന് കണക്കാക്കപ്പെടുന്നു. ഇന്ത്യൻ ബിസിനസ്സുകൾ വിദേശ രാജ്യങ്ങളിൽ നിക്ഷേപം കൊണ്ടുവരിക മാത്രമല്ല, ആഗോള സമ്പദ് വ്യവസ്ഥയെ മാറ്റിമറിക്കാനുള്ള ഇന്ധനമുണ്ടെന്നും പറഞ്ഞു വെക്കുന്നു. 971 ഇന്ത്യൻ കമ്പനികളാണ് UK-യിലുടനീളം പ്രവർത്തിക്കുന്നത്. ഇന്ത്യൻ കമ്പനിയുടെ എണ്ണത്തിലും വർധനവുണ്ട്. UK-യിൽ ടെമ്പററി വർക്ക് പെർമിറ്റ് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് 3 വർഷത്തേക്ക് നാഷണൽ ഇൻഷുറൻസ് സംഭാവനകളിലേക്ക് ഇളവ് ലഭിക്കും. ഇത് എംപ്ലോയർ ആൻഡ് എംപ്ലോയി വാർഷികമായി നോക്കുകയാണെങ്കിൽ £100 ലാഭം നൽകുന്നതായിരിക്കും. IT, ഹെൽത്ത് കെയർ, ഹോസ്പിറ്റാലിറ്റി, ഫിനാൻസ് തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് UK-യിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഇനിയാണ് UK-യിൽ പഠിക്കാൻ പോകുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കുള്ള സന്തോഷ വാർത്ത. അത് ഈ വീഡിയോയുടെ അവസാനം പറയുന്നതാണ്. സ്കിപ്പ് ചെയ്യാതെ കാത്തിരിക്കുക. ഇന്ത്യക്കാർക്ക് UK-യിൽ തൊഴിൽ സാധ്യത കൂടുമെന്ന് പറഞ്ഞുവല്ലോ. UK-യിൽ ടെമ്പററി വർക്ക് പെർമിറ്റിൽ നിൽക്കുന്നവർക്ക് ഇനി മുതൽ 3 വർഷത്തേക്ക് UK-യുടെ നാഷണൽ ഇൻഷുറൻസ് കോൺട്രിബ്യൂഷനിൽ നിന്നും ഒഴിവാക്കപ്പെടും. അത് UK-യിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാരെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമാണ് നൽകുന്നത്. യോഗ ഇൻസ്ട്രക്ടർ, മ്യൂസീഷ്യൻസ്, ഷെഫുമാർ, IT പ്രൊഫഷണൽസ് തുടങ്ങിയ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് എളുപ്പം UK-യിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. പിന്നെ ഇന്ത്യയിലും UK-യിലുമായി പ്രവർത്തിക്കുന്ന മൾട്ടിനാഷണൽ കമ്പനികൾക്ക് ഇന്ത്യയിൽ നിന്ന് UK-യിലേക്ക് ജീവനക്കാരെ അയക്കുമ്പോൾ 2 രാജ്യത്തിലും കൊടുക്കേണ്ട സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷനിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യക്കാർക്ക് ഇനി ബ്രിട്ടനിലേക്ക് ടെക്സ്റ്റൈൽസ്, ജ്വല്ലറി, ഫുഡ് പ്രോഡക്ട്സ് എന്നീ ഉൽപ്പന്നങ്ങൾ 99% താരിഫ് ഇല്ലാതെ തന്നെ കയറ്റിവിടാൻ സാധിക്കുന്നതാണ്. ഇനി അവിടെ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് പോസ്റ്റ് സ്റ്റഡി ജോലി അവസരങ്ങൾ തുറക്കപ്പെടുന്നു. അത് പഠനത്തിന് ശേഷം ജോലി ചെയ്യാനുള്ള അവസരങ്ങളാണ് സൃഷ്ടിക്കപ്പെടുന്നത്. ഇന്ത്യ UK ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് നേരിട്ട് വിദ്യാർത്ഥി വിസ നയത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നില്ല എങ്കിലും പഠനത്തിന് ശേഷമുള്ള തൊഴിലവസരങ്ങൾ മെച്ചപ്പെടുത്താനും സാമ്പത്തിക ഭാരം കുറയ്ക്കാനും UK-യിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഒരു പോസിറ്റീവ് സൈനാണ് ഇവിടെ നൽകുന്നത്. ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് വളരെ പ്രധാനപ്പെട്ടതാകുന്നത് ട്രംപിന്റെ ഭരണത്തിലുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അമേരിക്കൻ ഗ്രീൻ കാർഡ് ഉള്ളവർക്ക് വരെ മൈഗ്രേഷൻ നിയമങ്ങൾ ശക്തമാക്കുമ്പോൾ ഇന്ത്യ ബ്രിട്ടൻ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് മൾട്ടിനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന IT പ്രൊഫഷണൽസ് മുതൽ ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് ഇന്ത്യ ബ്രിട്ടൻ വ്യാപാര കരാർ ഗുണം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.